ആൻഡ് MIB കോഴ്സുകളെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നതാണ് ബിജു സാറാണ്. He is administrator of Center for Information and Guidance India CIGI and MIB at Madras University. He completed graduation from Madras University and post-graduation from GRD College of Science, Bharatiyar University. Now, without any further ado, we will turn the time over to our guest. Over to you, sir. Thank you, Shaila. Thanks a lot. Thank you, Akshay sir, for the wonderful introduction. And before starting off, I think I should speak a little about Yes India. To speak about Yes India, I think there are no parallels in Kerala, at least, for an organization like Yes India, because you have been everywhere in any central university, in any institute of national importance. You know, when you want to connect with someone, there is some Yes Indian in any such institutes of national importance. So it is indeed a great pleasure for me to be associated with an organization like Yes India, and of course സിജിയെ സംബന്ധിച്ച് സിജിയും യെസ് ഇന്ത്യയും സഹോദര പ്രസ്ഥാനങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം ഒരു പ്രിയ സുഹൃത്ത് കൂടിയാണ് അക്ഷയ് സാറ്. അപ്പം താങ്ക്സ് ലോട്ട് ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പം നമുക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് തുടങ്ങാം. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ഓഫ്, ഞാനൊരു കരിയർ ഗൈഡോ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠനകാലത്ത് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നെക്കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് പരമാവധി ഉത്തരം നൽകാൻ ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലും കാരണവശാൽ ചില ഉത്തരങ്ങൾ എനിക്ക് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ. ഐ മീൻ, എനിക്ക് എൻ്റെ മെയിൽ ഞാൻ നമ്മുടെ ഈ പരിപാടിയുടെ അവസാനം ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, എനിക്ക് ഉത്തരം തരാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങൾ പിന്നീട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് വിശദമായിട്ടൊരു മറുപടി നൽകാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ ഷഹല? ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ അല്ലേ? കാണുന്നുണ്ട്. ഫുൾ സ്ക്രീൻ ആണോ അല്ലെങ്കിൽ ഇതുപോലെയാണോ കാണുന്നത്? ഫുൾ സ്ക്രീൻ കാണുന്നുണ്ട് സർ. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന മേഖലയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടാനുണ്ട്, എന്താണ് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് സിമ്പിളായിട്ട് ഞാൻ പറയാം. ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും, എനിക്കറിയില്ല നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ നിന്ന് വന്നവരാണെന്നുള്ളത് കാര്യം എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ ജനറലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മളെപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ ഒരു കാര്യത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നതിനനുസരിച്ചിട്ടാണ് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ നിങ്ങൾ പോകണോ പോകണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. ഒരു ബിസിനസ് എന്ന് മാത്രമല്ല, ഏതൊരു മേഖലയിലും മാനേജ്മെന്റിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠനം എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോട്ടേജ് ബിസിനസ് ആയിക്കൊള്ളട്ടെ, എന്തുമാകട്ടെ, അതിൻ്റെ ഒരു ബിസിനസ് റണ്ണ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ബേസിക് കാപ്പബിലിറ്റി ആയിട്ടാണ് ഈ MBA അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് ഡിഗ്രീസിനെ കാണുന്നത്. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ? ഒരാൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ എന്താവുമെന്ന് ചോദിച്ചാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളെ ഒരു മാനേജർ ആക്കി മാറ്റുക എന്നാണ്. മാനേജർ ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, അയാൾ ഒരു ലീഡർ ആവുക എന്നാണ്. ലീഡർ ആവുക ഇൻ ദ സെൻസ്, നമ്മൾ പണ്ടെങ്ങാണ്ടോ ഒരു ബുക്കിൽ വായിച്ചോർന്നുണ്ട്, ലീഡർ ഇസ് എ ഡീലർ ഇൻ ഹോപ്പ്. അപ്പം ഒരു പ്രത്യാശയുടെ ഒരു കിരണമായ ഒരാളെ, ഒരു നേതാവിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റേഴ്സിന്റെയും ഡിഗ്രി കോഴ്സുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാവുന്നുണ്ട് എന്നുള്ളത് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, പിന്നെ നമുക്ക് ഇങ്ങനെ കാണാം. ഞാൻ എൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളാണ്.
എൻ്റെ ഓഫീസിൽ ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ട്, എൻ്റെ എൻ്റെ കൊളീഗ്സ് ഉണ്ട്. അപ്പം ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ സ്ഥാപനം റണ്ണ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത് എങ്ങനെ റണ്ണ് ചെയ്യണമെന്ന് വെച്ചാൽ അയാളുടെ കൂടെയുള്ള ആ ഒരു ടീമിന് 30, 40, 100, 500, 1000, 15,000 ആൾക്കാരുള്ള ഓർഗനൈസേഷൻ ആവാം. ആ ഒരു ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തിയെയും എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് തന്നെയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയിട്ടുള്ളത് പിന്നെ MBA എന്നുള്ള ഓപ്ഷൻ ഞാൻ ആദ്യം ഒന്ന് കണ്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് MBA ഒരു ചടപ്പ് കൂടി. ഓഫ് കോഴ്സ് അതിന് പലവിധ കാരണങ്ങളുണ്ട്. അപ്പം ഞാൻ അങ്ങനെ മറ്റ് ഓപ്ഷൻസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള വേറൊരു സിമിലർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എല്ലാം ഉള്ള വേറൊരു കോഴ്സിനെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഞാൻ എടുക്കുന്നതും അതിലാണ് ഞാൻ PG കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ ഒരു സ്കൂളിന്റെ ഇന്റർനാഷണൽ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തു. ശേഷം കുറച്ചു കാലം ദുബായിലും. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്ന് കുറച്ചു കാലം നിന്നു. അതിനുശേഷമാണ് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലുള്ള ഒരു NGO ആയിട്ടുള്ള CGയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഇൻ ഷോർട്ട്. സോ നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ പോസ്റ്റ് ഗ്രാജുവേഷനെ കുറിച്ച് കൂടുതൽ ഒന്ന് പഠിക്കാം. അപ്പം MBA MIB അല്ലെങ്കിൽ MBA IB എന്നൊക്കെ പറയുന്നത് ഒരമ്മ പെറ്റ 2 മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം 2 ഡിഫറൻസ് ആണ് പിന്നെ ഈ MBA MIB തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, MBA എന്ന് വെച്ചാൽ ഈസ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫോക്കസിങ് ഓൺ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക എന്ന് വെച്ചാൽ ഓവറോൾ ഔട്ട്ലുക്ക് ആണ് ഉണ്ടാവുക, അതായത് എല്ലാ ബിസിനസ് മേഖലയെ കുറിച്ചിട്ടും പഠിക്കും. MIBയിൽ സിമിലർ ആണ്, പക്ഷെ അതിൽ കുറച്ചും കൂടെ ഇന്റർനാഷണൽ പിന്നെ ബിസിനസിനെ പറ്റിയിട്ടും അതുപോലെ ഒന്നും കൂടെ റിസോഴ്സ് മാനേജ്മെന്റ് പറ്റിയിട്ടും ലോജിസ്റ്റിക് ഫീൽഡിനെ പറ്റിയിട്ടും ഇന്റർനാഷണൽ ലോസിനെ പറ്റിയിട്ടും ഒന്നും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് MIB. MBAയുടെ സിമിലർ സിലബസുകൾ ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഇന്റർനാഷണൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MIB. അധികം സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ് ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി എന്നുള്ളത്, ഇപ്പം ആർക്ക് വേണമെങ്കിലും MBAക്ക് ജോയിൻ ചെയ്യാം. അത് ഏതെങ്കിലും 3 വർഷമുള്ള ഡിഗ്രി പഠിച്ച ഏത് ഡിഗ്രി ആയിക്കൊള്ളട്ടെ. നിങ്ങളൊരു പിന്നെ MBBS ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് MBAക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല ഹിസ്റ്ററി പഠിച്ചവരോ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചവരോ BCom പഠിച്ചവരോ BBA പഠിച്ചവരോ ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കും MBAക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് പഠിച്ച ആൾക്കാർ വരെ MBA എടുത്തിട്ടുണ്ട്. സോ ഒരു മിനിമം 50% മാർക്കും ഏതെങ്കിലും UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി 50% മാർക്ക് ഉള്ള 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് 3 വർഷം മിനിമം ഉള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ ആർക്കും MBA കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ എക്സാംസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന എക്സാംസ് ഒക്കെ തന്നെയാണ്. CAT, MAT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. CAT എന്ന് പറയുന്നത് പിന്നെ നവംബർ ഡിസംബർ മാസത്തിൽ നടത്തുന്നതാണ്. MAT അതുപോലെ 3ാമത്തെ പ്രാവശ്യം നടത്തും. ഫെബ്രുവരി, മെയ്, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിൽ നടത്താറുണ്ട്. CMAT എന്ന് പറഞ്ഞിട്ട് അതും ഇതേപോലെ തന്നെ ജനുവരി നടത്തുന്ന ഒരു എക്സാം ആണ്. പിന്നെ കേരളത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള KMAT ഉണ്ട്. അത് ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ നടത്തും. പിന്നെ GMAT ഇന്റർനാഷണലി വലിയ വലിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് GMAT എന്ന് പറയുന്നത്. അപ്പം ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ MBA ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. IIMs ആണ് ഓഫ് കോഴ്സ്. എപ്പോഴും ഏത് പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ IIMs ആണ് എപ്പോഴും ടോപ്പ് ആയിട്ടുള്ളത്. പിന്നെ IITസിലും ഒരുവിധം എല്ലാ NITസിലും തന്നെ MBA കോഴ്സസ് ഉണ്ട്. പക്ഷെ IITയിലെയും NITകളിലെയും MBA കോഴ്സസ് എന്ന് വെച്ചാൽ പ്രിഫറബിളി അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള MBA കോഴ്സുകളാണ്. പിന്നെ സേവിയർ ലേബർ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഇതുപോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, പിന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ, ഇങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ ഈ ഒരു MBA പോലെയുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി MIB കോഴ്സുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ ഡോക്ടർ GR ദാമോദരൻ കോളേജ് ഓഫ് സയൻസ് ഞാൻ പഠിച്ച സ്ഥാപനമാണ്. അതുപോലെ ജാമിയ മിലിയ ഇസ്ലാമിയ, സിംബയോസിസ് യൂണിവേഴ്സിറ്റി, RVS കോളേജ് ഓഫ് സയൻസ്, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ്,
പിന്നെ ഇന്ത്യൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഇന്ത്യൻ മാരിടൈം അക്കാദമി, യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, ഇങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളിൽ ഈ കോഴ്സും പഠിപ്പിക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ ബിസിനസ് മാനേജ്മെന്റ് പറ്റിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് IIM കോഴിക്കോട്, രാജഗിരി സെന്റർ ഫോർ ബിസിനസ് സ്റ്റഡീസ്, ലണ്ടൻ കോളേജ്, SCMS കൊച്ചിൻ സ്കൂൾ ഓഫ് ബിസിനസ്, NIT DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, സെയിന്റ് കിറ്റ്സ്. എന്തെങ്കിലും പറഞ്ഞു? PPT പ്രസന്റ് ആവുന്നില്ല. പ്രസന്റ് ആവുന്നില്ല. ഗൂഗിൾ മീറ്റ് ആണ് ഇപ്പൊ കാണുന്നത്. ഒരു മിനിറ്റ്, നിങ്ങൾ ഒന്ന് അവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കണം. ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. എവിടെ വെച്ചാണ് കട്ടായത്? സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഗൂഗിൾ മീറ്റ് ആണ് വന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കണ്ടിട്ടില്ല ചുരുക്കം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പേജിലേക്ക് പൊക്കോട്ടെ. ലാസ്റ്റിലേക്ക് പൊക്കോട്ടെ. ഞാൻ PPT വല്ലാതെ ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എന്നുള്ള നിലക്കാണ് PPT കാണുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ PPT. ഓക്കെ ഓക്കെ, ഇതിന്റെ തൊട്ട് പിറകിൽ ഒന്നും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിന് ശേഷമുള്ള സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഞാൻ ഒന്ന് പ്രധാനപ്പെട്ടത്, ഞാൻ ഒരുപാട് ഈ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചിട്ടും നമ്മുടെ കോളേജുകൾ, അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളെ കുറിച്ച് ഒരുപാട് പറയാത്തതിനൊരു കാരണമുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ റെഡി മെയ്ഡ് ആയിട്ട് ലഭ്യമാണ്. അപ്പം അതിൽ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ PPT-യിലുള്ള കോളേജുകളെ കാര്യങ്ങളൊന്നും വല്ലാതെ ഫോക്കസ് ചെയ്യാത്തത്. അപ്പം എൻ്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടത്, ഇപ്പം ഞാനൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തന്നു എന്ന് കരുതുന്നു, എന്താണ് MBA, എന്താണ് MIB എന്നുള്ളതും ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോളേജുകളും എന്നുള്ളത് ഞാൻ തന്നു എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷയ് സാറെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ചാറ്റ് ബോക്സിൽ ഇടുകയാണോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയാണോ? എങ്ങനെയാണ് നല്ലത്? ഷഹല അത് മാനേജ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ ചോദിക്കുന്നവർ ചോദിക്കുക, അൺമ്യൂട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഒന്ന് ഹോസ്റ്റ് ഒന്ന് മാനേജ് ചെയ്താൽ മതി. ഓക്കെ അക്ഷയ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നല്ലത്. അല്ല, ഞാൻ പ്രസന്റേഷൻ ബേസിക്കലി കഴിഞ്ഞു. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് MBA എന്താണെന്നും ഇതിന്റെ കോളേജസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ, അത് ഞാൻ ഓൾറെഡി ഓടിച്ചു വിട്ടതാണ്. അപ്പൊ ഇന്ററാക്ഷനിൽ കൂടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ലാത്ത എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്യാം തീർച്ചയായിട്ടും. എല്ലാവരുടെ മനസ്സിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സാറ് തരും. അതിൽ നിന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാ. അങ്ങനെയായിരിക്കും നന്നായിരിക്കും. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നില്ലേ നല്ലത്? അങ്ങനെയാലും കുഴപ്പമില്ല, അതാണ് ഏറ്റവും നല്ലത്. വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ടല്ലോ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കാറ്റ് എക്സാം മാത്രമൊന്നുമല്ല, അതിന്റെ കൂടെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഭയങ്കര ടഫായിട്ട് എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യാനൊക്കെ? ഇല്ല, കാറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോറാണ്. ശേഷം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ ഒക്കെ വരുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് കാറ്റ് എക്സാമിന്റെ സ്കോർ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾക്ക് IIM-ൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് MBA-ക്ക് കയറണമെങ്കിൽ കാറ്റ് എക്സാമും മാറ്റ്, CMAT ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമിന്റെ സ്കോർ നിർബന്ധമായിട്ടും വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ ഒരു ടെസ്റ്റ്. അപ്പൊ നമ്മളിപ്പം എൻട്രൻസ് എക്സാം എഴുതാറല്ലേ, പിന്നെ +2 കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാറല്ലേ, മാനേജ്മെന്റ് സീറ്റിൽ കയറണമെങ്കിലും എൻട്രൻസിൽ സ്കോർ വേണം. അതുപോലെയുള്ള ഒരു സാധനമാണ്.
അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഒരു നമ്മൾ പിറകോട്ട് പോകുന്ന മേഖലയാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ ഞാൻ പറയാം. ഒന്ന്, ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി നമുക്ക് പ്രധാനമായിട്ടും വേണം. അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും. നിങ്ങൾ കേരളത്തിലെ കോളേജുകളാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിലുള്ള പിന്നെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ധാരാളമാണ്. പക്ഷെ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വളരെ പ്രധാനമാണ്. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രസന്റ് ചെയ്യാനും, നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനും, പിന്നെ ഒതന്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാനും, അസേർട്ടീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാനും നമുക്ക് എബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂസിനെ ബോധ്യപ്പെടുത്താൻ പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു എബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ ഈ പഠനകാലത്ത് ഉണ്ടാക്കണം. എസിന്റെ പോലെയുള്ള പിന്നെ ഓർഗനൈസേഷൻസ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങും അതുപോലെ പലവിധ ട്രെയിനിങ്ങുകൾ എസിന്റെ പോലെയുള്ള ഓർഗനൈസേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ്, നിങ്ങളുടെ ഇന്റർവ്യൂ ടെക്നിക്സ് ഇതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരുപക്ഷെ നിങ്ങളെക്കാളും ബാക്കിലുള്ള ആളൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ ഇന്റർവ്യൂസും ഇതിനൊക്കെ വരിക. അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ നോളജ് ഉണ്ട് എന്നുള്ളതല്ല ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഗ്രൂപ്പ് ഡിസ്കഷനിലും പ്രധാനം. നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകൾ നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ട് അസേർട്ടീവ് ആയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലും അതിന്റെ ഇവാലുവേറ്റേഴ്സ് നോക്കുക. അപ്പൊ അതിനുള്ള ട്രെയിനിങ് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക, ധാരാളം വായിക്കുക. ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റി, എക്കണോമിക് സിറ്റുവേഷൻ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. ഇതാണ് പ്രധാനം. അല്ലാതെ നമ്മൾ ഒരുപാട് പിന്നെ ഇന്റലക്ച്വൽ ആയ ആളാവണം എന്നൊന്നും ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഇന്റർവ്യൂനോ ഒന്നും നിർബന്ധമില്ല. അപ്പൊ കുറച്ചൊരു ബേസിക് ആയിട്ട് നിങ്ങൾ ചെറുതായിട്ട് പത്രമൊക്കെ വായിച്ചു നോക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ചുമ്മാ ഒന്ന് കണ്ണാടിയുടെ മുമ്പ് നിന്നിട്ട് ഒന്ന് അങ്ങോട്ട് കൂടി വെറുതെ നിങ്ങളോട് തന്നെ ഒരു കോൺവെർസേഷൻ നടത്തി നോക്കുക. ഒന്ന് പ്രൊഫഷണലായിട്ട് നമുക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും നോക്കുക. നല്ലപോലെ ഡ്രസ്സപ്പ് ചെയ്ത് വന്നിരിക്കാൻ നോക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും സുഖമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസും ഇന്റർവ്യൂസും ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ആക്കി വിടുമ്പോ എല്ലാ മെമ്പേഴ്സിനും പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവർ തരുന്ന ടോപ്പിക് പോലെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പം ഒരു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പിന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് എന്താണെന്നറിയോ യാസറിന്? അത് കേട്ടിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ അസറ്റ്സ് എല്ലാം വിറ്റിട്ട് പൈസയാക്കി അത് മറ്റ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സുകൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോജക്റ്റ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം നിർബന്ധമായിട്ട് അതിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അതിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒന്ന് രണ്ട് ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർ നോട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആര് സ്റ്റാർട്ട് ചെയ്യും ഗ്രൂപ്പ് ഡിസ്കഷൻ? നമ്മൾ ടോപ്പിക് ചെന്ന് കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ ആര് ഓപ്പൺ ചെയ്യുന്നു അയാൾക്കൊരു മാർക്കുണ്ട്. അയാളെ പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യും. ഇനി രണ്ടാമത് നോട്ട് ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ആംഗിൾ. ഇപ്പം പെട്ടെന്ന് ചില ആൾക്കാരുടെ കമന്റ് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ചർച്ച നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചില ആൾക്കാർ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മൊത്തം ആ ചർച്ച ആ ഒരു ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാവും. അപ്പൊ അങ്ങനെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എന്താ ടോപ്പിക് പിന്നെ ഒരു പോയിന്റ് പറയുന്ന ആൾക്ക് ഒരു അധികം എന്താ ഒരു പ്രയോറിറ്റി കിട്ടും. അതേപോലെ തന്നെ വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അതായത് നമ്മൾ ടോപ്പിക് ഇതായിരിക്കും പക്ഷെ അതിന്റെ പുറത്തേക്കൊക്കെ ചർച്ച പോകും. ആ ടോപ്പിക്കിന്റെ പുറത്തേക്ക് ചർച്ച പോവാതെ ഒരു കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താ പറയുക ആൾക്കാർ ശ്രദ്ധിക്കും. ഐ മീൻ അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരു കാപ്പബിലിറ്റി കാണിക്കുന്നത് ഒരു ലീഡർഷിപ്പ് കാപ്പബിലിറ്റി കാണിക്കുന്നുണ്ടായത്, അതേപോലെ ഒരു ഇനീഷ്യേഷൻ കാപ്പബിലിറ്റി കാണിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കാപ്പബിലിറ്റി, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മനുഷ്യന്റെ കാപ്പബിലിറ്റീസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാപ്പബിലിറ്റീസ് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക് എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊണ്ട് ഇവാലുവേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പൊ പരമാവധി ഷൈൻ ചെയ്യാൻ നോക്കുക, പക്ഷെ ഓവർ ആക്കരുത്. നമ്മളെ ഒന്നും കൂടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? MBA ഓപ്പർച്യൂണിറ്റീസ് ഇൻ GCC കൺട്രീസ്. നിങ്ങൾ ഉദ്ദേശിച്ചത് ജോലി സംബന്ധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണോ, അല്ലെങ്കിൽ MBA വിദേശത്ത് പഠിക്കുന്ന കോളേജുകളെയും സ്ഥാപനങ്ങളെയും കുറിച്ചിട്ടാണോ ചോദിച്ചിട്ടുള്ളത്?
Minu PK. മിനു, ഓക്കെ, ഞാൻ കരുതുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാം. ഒന്ന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏത് കോഴ്സ് പിന്നെ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നും ഏത് കോഴ്സ് ആണെങ്കിലും, അത് ഡിഗ്രി ടു PG ആണെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും ഏത് സബ്ജക്റ്റ് ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് MBAക്ക് എന്നൊരു സ്കോപ്പിൽ MBA കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് IIMലേക്കുള്ള IIMലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ IIMൽ എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നവരിൽ 92% ആൾക്കാരും എഞ്ചിനീയറിംഗ് IITകളിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരാണ്. To be clear. പിന്നെ ബാക്കിയുള്ള 5% എന്ന് വെച്ചാൽ ലോയേഴ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഡിഗ്രിക്കാരൊക്കെ വരുന്നത്. അപ്പൊ MBAക്കും അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള സ്റ്റഡീസിനും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ IITക്കാരൊക്കെ എന്തിന് IIMലെ MBA എടുക്കാൻ പോകണം? ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. എൻ്റെ തന്നെ കസിൻസും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരുപാട് നല്ല വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് എല്ലാം അവരുടെ അവരുടെ കരിയറിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി MBA എടുത്തിട്ടുണ്ട്. സോ MBAക്ക് സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ടാണ്, എന്നതിനനുസരിച്ചിട്ടാണ് MBAനുള്ള സ്കോപ്പ്. ഇപ്പം നിങ്ങൾ MBA ആയിട്ട് GCC കൺട്രിയിൽ പോയാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നുള്ളത് MBA കോഴ്സ് നിങ്ങൾക്ക് 90% മാർക്ക് ഉണ്ടോ 95% മാർക്ക് ഉണ്ടോ എന്ന് ഒരാളും നോക്കൂല. അവരെ സംബന്ധിച്ച് മാർക്ക് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ദ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ പാസ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിട്ടുണ്ടോ, ഓക്കെ, അവർക്ക് അത്രേ വേണ്ടുള്ളൂ. മൂന്നാമത് നിങ്ങൾ വേണ്ടത് ആ ഇന്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞ പോലെ ജോബിനാണെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം GCCയിലൊക്കെ ഈ ഒരു സമയത്ത്, ഇപ്പൊ നമ്മളെ കൊറോണ സമയത്ത് അവിടെ നിന്ന ആൾക്കാർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഏതൊരു സ്ഥാനത്താണെങ്കിൽ അതിൻ്റെതായിട്ട് സ്കോപ്പ് ഉണ്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴും ഈ MBA കാറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും നമ്മുടെ മാർക്ക് കൊണ്ട് ആരും നിങ്ങളെ എവിടെ എടുക്കില്ല. ഒരു ജോബിനെ സംബന്ധിച്ച് നിങ്ങളെ ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഐഡിയാസ് എന്താണ്, നിങ്ങൾ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിച്ച കാര്യത്തിലും അതിന്റെ പുറത്തേക്കുള്ള കാര്യത്തിലും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം നിങ്ങൾ അവഗാഹമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ പോകുന്ന കമ്പനിയെ പറ്റിയിട്ടൊരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, അതും പ്രധാനമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മലയാളി കുട്ടികൾ പ്രധാനമായിട്ടും പല ഇന്റർവ്യൂവിനും പോകുമ്പോൾ ഇവൻ നമ്മുടെ നാട്ടിൽ വരെ CV അങ്ങ് അയച്ചിടും. PFA പ്ലീസ് ഫൈൻഡ് അറ്റാച്ച് എന്ന് പറഞ്ഞിട്ട് CV അയച്ചിടും. ഒരു ബോഡി പോലും അല്ലെങ്കിൽ ഒരു കവറിംഗ് ലെറ്റർ പോലും CVക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ CVs ഒക്കെ വരും. അങ്ങനത്തെ CVs ഒക്കെ അയക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളെ മൈൻഡ് ആക്കൂല. നിങ്ങൾക്ക് നല്ലൊരു CV വേണം, നല്ലൊരു കവറിംഗ് ലെറ്റർ വേണം, നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണം. ഇതിൽ എല്ലാവർക്കും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒരു തംസ് അപ്പ് എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ ഇട്ടാട്ടെ. ലിങ്ക്ഡിനിലെ പ്രൊഫൈലുള്ള എല്ലാവരും. മിനുവിന് ലിങ്ക്ഡിൻ ഉണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടോ ലിങ്ക്ഡിനിലെ പ്രൊഫൈലുള്ളവര്? യെസ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കുക. അതാണ് നമുക്ക് ഒരുപാട് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള കുറെ സൈറ്റുകളുണ്ട്. അപ്പം ബൈത്ത് എന്ന് പറയുന്നത് ഒരു അവിടുത്തെ എല്ലാ GCC കൺട്രീസിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാർ നോക്കുന്ന ഒരു സൈറ്റാണ്. BKYT. ഞാൻ ചാറ്റ് ബോക്സിൽ ഇതിന്റെ പേര് ഇട്ടിട്ടുണ്ട്. അപ്പം അവിടുത്തെ ലിങ്ക്ഡിൻ അവർ നോക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബൈത്തും ഇതുപോലത്തെ ഒരു മേജർ സൈറ്റാണ്. അപ്പം നിങ്ങൾ ആ കാര്യത്തിൽ GCC കൺട്രീസിൽ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് പേടിക്കേണ്ട. നമ്മൾക്ക് നമ്മൾ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെയും ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ശീതൾ പ്രശാന്തൻ ചോദിച്ചിട്ടുണ്ട്, is it better to do MBA in Bangalore colleges? If so, can you suggest some colleges in Bangalore? For doing MBA നമ്മൾ ബാംഗ്ലൂർ കോളേജസ് ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, ടു ബി വെരി ഓണസ്റ്റ്. ഒന്ന് വേണ്ടത് നിങ്ങൾ ആ കോളേജിന്റെ, നിങ്ങൾ ഏത് കോളേജിൽ പോകാൻ ഉദ്ദേശിക്കുന്നു ആ കോളേജിന്റെ സ്റ്റാൻഡേർഡ് അളക്കുക എന്നുള്ളതാണ്.
അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പലരും കാണാറുണ്ട്, കോയമ്പത്തൂർ, ഈറോഡ്, പിന്നെ ചെന്നൈ, അതായത് ബാംഗ്ലൂർ, ഈ സ്ഥലത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു കോളേജിലേക്ക് ഏതെങ്കിലും എന്താ പറയാ ഈ കരിയർ എക്സ്പേർട്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പൈസക്ക് വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടാവുന്നു. അവരെ ത്രൂ നമ്മൾ പൈസ കൊടുത്തിട്ട് അവിടെ പോയി ചേരുന്ന പരിപാടിയുണ്ട്. അതിന്റെ റിക്വയർമെന്റ് ശരിക്കും ഇല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ NIRFന്റെയോ അല്ലെങ്കിൽ UGCയുടെയോ റാങ്കിങ് നോക്കുക. ഏറ്റവും മികച്ച കോളേജുകൾ നിങ്ങൾ അതിന് കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ ആ കോളേജുകളെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുക. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ തോന്നാൻ സെന്റ് ജോസഫ് കോളേജ് ഉണ്ട്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ ക്രിസ്തു ജയന്തി കോളേജ് ഉണ്ട്, ഓക്സ്ഫോർഡ് ഉണ്ട്, ഇത് ജെയിൻ ഉണ്ട്. ഇതുപോലെ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസും കോളേജസും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് UGCയുടെയോ NIRFന്റെയോ റാങ്കിങ് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവരുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോളേജ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും നെവർ ഗോ ആസ്കിങ് എനി സജഷൻസ് ഫ്രം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ത്രൂ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നല്ല കോളേജുകൾ എല്ലാത്തിനും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അവരെ വിളിച്ച് അവരെ അപ്ലൈ ചെയ്ത് ഒരു ലൂപ്പ് ഹോൾസും ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പം ആ വഴിക്ക് നിങ്ങൾ ചെയ്യാം. പിന്നെ ബാംഗ്ലൂരോ കേരളത്തിലോ ചെയ്താലും ഏത് നാട്ടിൽ ചെയ്താലും ഇറ്റ് ഇസ് ഫൈൻ. പക്ഷെ നിങ്ങൾക്ക് ആ കോളേജിൽ അവരെ കരിക്കുലം അവരെ എത്രത്തോളം എക്സ്പോഷർ തരുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനം. ഇപ്പം വെറും പഠിപ്പീരായിട്ട് നമ്മുടെ കുറച്ച് ടെക്സ്റ്റ് ബുക്സും തന്ന് നിങ്ങൾ എക്സാം എഴുതി പാസ്സാക്കി 100% മാർക്ക് വാങ്ങി വിടുന്ന ഒരു സ്ഥാപനമല്ല. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ എത്രത്തോളം ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് നിങ്ങൾക്ക് തരുന്നു, എത്രത്തോളം പിന്നെ ഇന്ററാക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തരുന്നു, എത്രത്തോളം പിന്നെ വൈബ്രന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ആ കോളേജിൽ നിങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളുള്ള കോളേജുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ 100% അക്കാദമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒരു പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഒരു ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള എബിലിറ്റീസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ഹാഫിസ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്തായാലും പ്ലേസ്മെന്റ് ഉണ്ടാവും, കോളേജ് പ്ലേസ്മെന്റ് എല്ലാതും ഉണ്ടാവും. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എല്ലാത്തിലും പ്ലേസ്മെന്റിന് ഹയർ ചാൻസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എല്ലാത്തിലും പ്ലേസ്മെന്റ്സ് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കിട്ടാൻ ഹയർ ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാലുള്ള പ്ലേസ്മെന്റിനേക്കാളും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോയാൽ കിട്ടുന്ന ഒരു വേൾഡ് വ്യൂ ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ നാട്ടില് കേരളത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ MBA പഠിച്ചു, അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ MBA പഠിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചുറ്റുവട്ടത്തിൽ ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള കുട്ടികളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പലവിധ സ്ട്രീമുകളിലുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, മറ്റ് നല്ല സ്ഥാപനങ്ങളുണ്ട്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല പിന്നെ എയ്ഡഡ് പിന്നെ പ്രൈവറ്റ് കോളേജുകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ കോളേജുകളിലൊക്കെ എന്ന് വെച്ചാൽ നല്ല ഒരു വേൾഡ് പിന്നെ പെർസ്പെക്റ്റീവ് ഉള്ള, ഒരു പാൻ നാഷണൽ ഐഡന്റിറ്റി ഉള്ള, ഒന്നുകൂടെ ഫ്രീ കൾച്ചർ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ആ സ്ഥാപനങ്ങളിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത്. നല്ല ഫാക്കൽറ്റി ഉണ്ടാവും, പല നാട്ടിലുള്ള കുട്ടികൾ ഉണ്ടാവും, ഒരുപാട് ഇന്റലക്ച്വൽ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോയാൽ കുട്ടികൾക്ക് സക്സസിനുള്ള ചാൻസ് എപ്പോഴും ഒരു 10 നമ്മുടെ സാധാ കോളേജിൽ പഠിച്ചവരെക്കാട് കൂടുതൽ 10 അടി മുന്നിലാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അവിടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേൾഡ് വ്യൂ കിട്ടും. ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുട്ടികൾ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഡിഗ്രി PG കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പ്ലേസ്മെന്റ് തപ്പുക. അപ്പോഴല്ല, നിങ്ങൾ ശരിക്കും ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കണം. അതിനുശേഷം നിങ്ങൾ മാക്സിമം എന്താ പറയുക ഇന്റേൺഷിപ്സ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ആയിട്ട് ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്താ പറയുക ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കണം. അതേപോലെ തന്നെ പിന്നെ ഇന്റർവ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളിൽ വാക്കിൻ ഇന്റർവ്യൂസ് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ സ്ഥാപനങ്ങളല്ല. ഫോർ എക്സാമ്പിൾ 1-2 എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ഏർണസ്റ്റ് & യങ്, ഗോൾഡ്മാൻ സാക്സ്, പിന്നെ ഡെലോയിറ്റ്, ഇതുപോലെയുള്ള $multi-billion ഇൻഡസ്ട്രി പിന്നെ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അവിടെയെല്ലാം നടക്കുന്ന ഇന്റർവ്യൂസിൽ വെറുതെ അപ്ലൈ ചെയ്ത് പോയി പിന്നെ അതിന് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടാണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് എബിലിറ്റീസ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാണ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ CV കാണുമ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്തിട്ട് പറയാം. MIB എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തെന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് MBA എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ്. അപ്പൊ MIB എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പം പലപ്പോഴും ഞാൻ ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് MIB എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് വരും. MIB അതെന്താ സാധനം എന്നുള്ളത്.
അപ്പൊ അത് നമുക്കൊരു പ്ലസ് മാർക്കാണ്. അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് ഇന്റർവ്യൂസിലേക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. അതേപോലെയാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിന്റെയും കാര്യം. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാർക്ക് ഇടും. ആസ് ഇൻ ഈ ചങ്ങാതിക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, ഇവനെ കൊണ്ട് ലെവൽ മാറി ചങ്ങാതി എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ മനസ്സിൽ ഒരു വരുന്നൊരു സാധനമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിൽ ഒന്നും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഹാഫിസ് കുറച്ചു നേരമായി ഹാൻഡ് റൈസ് ആയി നിൽക്കുന്നു. ഹലോ സാർ, പറയൂ ഹാഫിസ്. എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, സാർ നേരത്തെ പറഞ്ഞു ഇപ്പൊ എഞ്ചിനീയേഴ്സ് ആണ് കൂടുതലായിട്ട് ഈ MBA ചൂസ് ചെയ്യുന്നതിൽ കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആസ് എ ഓപ്പറേഷൻ വിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചോദിക്കുകയാണ്, നമുക്ക് കൂടുതലായിട്ട് എന്താ പറയാ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു MBA ഏത് സബ്ജക്റ്റിലാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറിന്? അതുപോലെ തന്നെ ഒന്നുകൂടെ അതുപോലെ തന്നെ നമ്മള് ഇപ്പോ ഒരു കരിയർ ബിൽഡ് ചെയ്തിട്ട് ഒരു 5 വർഷത്തോളം വർക്ക് എക്സ്പീരിയൻസും ശേഷം നമ്മൾ MBA എടുക്കുന്നതാണോ നല്ലത്, അതോ ത്രൂ ഔട്ട് ഈ ഒരു അക്കാദമിക്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് MBAയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണോ നല്ലത്? ഹാഫിസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്, അല്ലെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ബാക്ക്ഗ്രൗണ്ട്? ഞാനിപ്പോ കറന്റ്ലി എയർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ചെന്നൈയിലാണ്, ചെന്നൈ എയർപോർട്ടില്. അപ്പോ ഞാൻ പ്രധാനമായിട്ട് ചോദിക്കാനുള്ള കാരണം ഇതാണ്, ഇവിടെ ചെന്നൈ IIT-യിൽ അവര് MBA കൊടുക്കുന്നുണ്ട്. അത് തന്നെ 2 തരത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയലി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് ഒരു വീക്കെൻഡില്. അപ്പൊ നമ്മള് അതുമായിട്ട് പോകുന്നതാണോ നല്ലത്, അതോ കുറച്ചാലും വർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് റെഗുലർ MBA ചെയ്യുന്നതാണോ നന്നാവുക എന്നുള്ളത് സാറിന്റെ ഒരു ഒപ്പീനിയൻ? ഞാൻ പറയാം, ഇത് എല്ലാം നല്ല വഴികളാണ്. അപ്പൊ ഞാൻ 1-2 എക്സാമ്പിൾസ്, ഞാൻ എന്റെ പേഴ്സണൽ പരിചയത്തിലുള്ള 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. എന്റെ ഒരു ജ്യേഷ്ഠൻ, അദ്ദേഹം പിന്നെ BTech അബ്ദുൽ കലാമിന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയ വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹം ജ്യേഷ്ഠനാണ്, എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. അപ്പം അദ്ദേഹം പിന്നെ ദുബായിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ തന്നെയുള്ള ഒരു പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം MBA എടുത്തു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. ഇനി വേറൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ഇപ്പം റീസെന്റ് അയാളൊരു IIT ഗ്രാജുവേറ്റ് ആണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അയാളിപ്പം 7-8 വർഷം അയാൾ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ അയാൾ വിദേശത്ത് പോയിട്ട് MBA ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പം നാട്ടില് വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ IIM-ലെ എക്സിക്യൂട്ടീവ് MBA, IIM-ൽ കോഴിക്കോട് IIM-ൽ ഉണ്ട് എക്സിക്യൂട്ടീവ് MBA കോഴ്സ്. അപ്പൊ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിസിനസ്മാൻമാരായ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല വഴികൾ തന്നെയാണ്, അതിലൊന്നും മോശമില്ല. നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് ചെയ്താലും ഇപ്പം ചെയ്താലും ഒക്കെ നല്ലതാണ്. പക്ഷെ അതിൽ പ്രധാനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം MBA എടുത്താലും ആ MBA എടുത്തിട്ട് നിങ്ങൾക്ക് കരിയറിൽ വരുന്ന മാറ്റം എന്തായിരിക്കും ആദ്യം നിങ്ങൾ മാപ്പ് ചെയ്യണം. രണ്ടാമത്തത്, നിങ്ങളുടെ ഇപ്പോഴത്തെ വർക്ക് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റുമോ, ആ പഠനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളത്, അതാണ് നിങ്ങൾ ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പം അത് ഇപ്പോഴത്തെ നിങ്ങളിപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പക്ഷേ ഒരുപാട് വർക്ക് ഉണ്ടാവും, ഒരുപാട് ക്യാച്ചപ്പ് ചെയ്യാണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് MBA എടുക്കുന്നത് ഒരു പക്ഷേ പ്രയാസമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, കുറച്ച് 1-2 വർഷം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആ വർക്കിന്റെ നാച്ചുറായിട്ട് നിങ്ങളൊന്ന് യൂസ് ടു ആയതിനു ശേഷം നിങ്ങൾക്ക് MBAക്ക് പോവാം. അതാണ് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു പുതുതായിട്ടൊരു ജോലിയിൽ ലാൻഡ് ചെയ്ത ഒരാൾ ഉടനെ തന്നെ MBAക്ക് പോയി ജോയിൻ ചെയ്യുന്നത് ഒരുപക്ഷെ അയാളുടെ എഡ്യൂക്കേഷണൽ അയാളുടെ വർക്കും എഡ്യൂക്കേഷനും തമ്മിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ജോലിക്ക് കയറി ഉടനെ ഒരുപാട് വെപ്രാളം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, സീനിയേഴ്സ് പിറകെ നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു സാഹസമാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അങ്ങനെ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഏത് MBA ഏത് സ്ട്രീമിൽ എടുക്കുന്നതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നഴ്സിംഗ് പഠിച്ച ഒരു കുട്ടി MBA HR എടുത്തിട്ടുണ്ട്. ആ കുട്ടി ശേഷം ഹോസ്പിറ്റലിൽ HR-ലേക്ക് കയറുകയാണ് ഉണ്ടായത്. അപ്പം അത് നിങ്ങളാണ് തീരുമാനിക്കണം നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം. ഇപ്പം പിന്നെ നമ്മൾ അറിയുന്ന വേറൊരാൾ എടുത്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ, MBA കഴിഞ്ഞിട്ട് അയാൾ ചെയ്തത് പിന്നെ നമ്മുടെ ഈ ഡേഞ്ചറസ് ഗുഡ്സ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സില്ല, നിങ്ങൾ എയർപോർട്ട് മേഖലയിലാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ഹാഫിസ്? അതുപോലൊരു കോഴ്സ് എടുത്തിട്ട് അയാൾ വിദേശത്ത് പോയി അവിടെ ബഹ്റൈനിൽ പിന്നെ എയർപോർട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൽ ജോയിൻ ചെയ്തു. ശേഷം അയാൾ പിന്നെ അങ്ങനെയാണ് അയാൾ ചെയ്തത്.
അപ്പം നിങ്ങൾക്ക് ഏത് മേഖലയാണ് നിങ്ങളുടെ വർക്കിന് സ്യൂട്ട് ആയിട്ടുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളിപ്പം എയർപോർട്ടിൽ ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രിഫറബിളി ഞാൻ പറയാം നിങ്ങൾ HR മേഖലയിലേക്ക് പോകുന്നതായിരിക്കും ഒന്നും കൂടെ സ്യൂട്ടബിൾ എന്ന് ഞാൻ പറയും. പക്ഷെ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. HR-മാരെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയാറില്ല, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ അക്കൗണ്ട്സിലെയും HR-ലെയും മാനേജർമാരെയാണ് ഏറ്റവും കൂടുതൽ പ്രാക്കം കേൾക്കേണ്ടി വരിക. നിങ്ങൾക്ക് അറിയാൻ പറ്റാൻ മതി അത്. ചങ്ങാതി ലീവ് തരൂല, ശമ്പളം കൂട്ടി തരില്ല, അല്ലെങ്കിൽ മറ്റേ അലവൻസ് തരില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രാക്കം മൊത്തം കേൾക്കേണ്ടി വരിക ഈ ഒരു ഗ്രൂപ്പിനാണ്. ചില സമയത്ത് ഫ്രണ്ട്ലി ഇടപെടേണ്ടി വരും, ചില സമയത്ത് കട്ട് ആൻഡ് പേസ്റ്റ് പറയേണ്ടി വരും. അപ്പം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ ഒരു കുറഞ്ഞ കാലയളവിൽ എത്രത്തോളം പ്രാക്ക് ഞാൻ കേട്ടിട്ടുള്ള ഇറ്റ്സ് അനദർ സ്റ്റോറി. അപ്പം ആ ഒരു ക്യാപ്പബിലിറ്റി, ആ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് HR ഒക്കെ എടുക്കാം. MBA എടുത്തിട്ട് സാധാ MBA എടുക്കുക. MBAക്ക് പിന്നെ ഫൈനൽ ഇയറിലാണ് സ്പെഷ്യലൈസേഷൻ വരിക. ആ സമയത്ത് നിങ്ങൾ HR സ്പെഷ്യലൈസേഷൻ എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ സർ, താങ്ക് യു. Hope I'm clear. How we will spend the course fees on this pandemic scenario as a online class? എനിക്ക് സാജന് ചോദിച്ച ചോദ്യം ക്ലിയർ ആയിട്ടില്ല, പിന്നെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ നന്നായിരുന്നു. സാജിദ്. ഹലോ സാർ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്, സാജിദ് പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഒരു പാൻഡമിക് സിനാരിയോയിൽ അത്യാവശ്യം ഫീസ് ഉണ്ട് കേരളത്തിൽ MBA എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് അത്രയും ലോൺ എടുത്ത് പഠിക്കുകയാണെങ്കിലും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ആ എക്സ്പോഷറും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്ത് കാര്യങ്ങളുണ്ട് ഇതില്? ഓൺലൈൻ ക്ലാസ്സിൽ എക്സ്പോഷർ ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ ഡയറക്റ്റ് ഫീൽഡ് വിസിറ്റും കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളൂ. ബാക്കി എക്സ്പോഷർ ഓൺലൈൻ കാലത്ത് മറ്റേതിനെക്കാട്ടും കൂടുതലാണെന്ന് പറയുന്നത്. കാരണം ഇന്ററാക്ഷൻ വിത്ത് എക്സ്പേർട്സ് എന്ന് പറയുന്നത് ഈ ഏതൊരു മാനേജ്മെന്റ് കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫീൽഡിലുള്ള നമ്മുടെ മാർക്കറ്റിലുള്ള എക്സ്പേർട്ടുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്. അതിപ്പം SND തന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ സെമിനാർ പോലെ നടത്തിയിരുന്ന സാധനം ഇപ്പൊ ഇത് ഓൺലൈനിലേക്ക് മാറ്റി. ഇതുപോലെ ഓൺലൈൻ സെഷൻസ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് വിദേശത്തുള്ള പല എക്സ്പോർട്സുമായിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലെവലിലുള്ള എക്സ്പോഷർ ഈ ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തത് നമ്മൾ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സിനുള്ള ചാൻസ് കുറയുന്നുള്ളതാണ്. അതൊരു ഫാക്ട് തന്നെയാണ്, അത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യേണ്ടത് പരമാവധി നല്ല നല്ല കമ്പനീസിൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇപ്പം പെയ്ഡ് ഇന്റേൺഷിപ്പ് തന്നെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് അവർ ഓൺലൈനിൽ ഇപ്പം വലിയ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് പെയ്ഡ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാം. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്താൽ 1-2 മെച്ചങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് എക്സ്പോഷർ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനീസും തന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അങ്ങനെ ഇങ്ങനെയുള്ള മനോരമ പത്രത്തിലോ മാതൃഭൂമി പത്രത്തിലോ തൊഴിൽ രീതിയിൽ കാണുന്ന ചെറിയ ചെറിയ അഡ്വർടൈസ്മെന്റ് കാര്യമല്ല പറഞ്ഞത്. റിനൗൺഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് എന്റർപ്രൈസസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള എന്റർപ്രൈസസിൽ നമ്മൾ എന്താ പറയുക ഇന്റേൺഷിപ്പിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോബ് കിട്ടാനുള്ള ചാൻസ് ഹയർ ആണ്. ഇപ്പം സാധ്യത ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പം MBA കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും നാട്ടിൽ നിന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു എക്സ്പീരിയൻസ് വരാതെ എങ്ങനെയാണ്? 35-40 ഉണ്ടാവും. ഇല്ല, കിട്ടൂല. നമ്മുടെ നാട്ടിലെ കിട്ടൂല, വെരി ഓണസ്റ്റ് കിട്ടൂല. അപ്പം അത് ഫാക്ട് ആണ്. പക്ഷെ അതേസമയം നിങ്ങൾ ഇതുപോലുള്ള മൾട്ടിനാഷണൽ, ഞാൻ പറയാം, BTech MTech കഴിഞ്ഞവർക്ക്, BTech CS ഒക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഇറങ്ങിയവർക്ക് കൊടുക്കുന്നത് 8,000 ഉറുപ്പിയാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സത്യമാണ്. BDS കഴിഞ്ഞവർക്ക് 8,000 ഉറുപ്പിക ശമ്പളം കൊടുക്കുന്ന സ്ഥലങ്ങളിലൂടെ. അപ്പം ഇപ്പം അതിന് പകരം നമ്മൾ ഒന്നും കൂടെ ഒരു വൈഡ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടാക്കുക. അതായത് ഇതുപോലുള്ള വലിയ വലിയ കമ്പനീസ്, ഇപ്പം ഞാൻ നേരത്തെ 1-2 കമ്പനി ഏണസ്റ്റ് പോലെയുള്ള കമ്പനീസിലെ എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ അതുപോലുള്ള കമ്പനീസിലൊക്കെ എന്ന് വെച്ചാൽ PG കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് 35,000 to 45,000 സ്റ്റാർട്ടിങ് കിട്ടും വിത്തൗട്ട് എനി എക്സ്പീരിയൻസ്. ആ സ്റ്റാർട്ടിങ് കിട്ടിയ വിത്തിൻ 1 year തന്നെ നിങ്ങൾക്ക് നിങ്ങളെ 1 year ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാലറി മേ ബി 50-60 ഒക്കെ ആയിട്ട് കൂടും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ കോർപ്പറേറ്റ് ഹയർ അപ്പിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും കൂടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൂടുതൽ എന്താ പറയുക ഇന്റേൺഷിപ്സിന് അപ്ലൈ ചെയ്യുക. അത് ചെയ്യാൻ നോക്കുക. ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കുറെ സ്ഥാപനങ്ങളിൽ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരും. PG കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ലെങ്കിലും
ആ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ വലുതാണ്. ഇപ്പം നമ്മളൊരു പിന്നെ എന്താ പറയാ CV-യിൽ നമ്മളിപ്പം ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ CV-യിൽ നിങ്ങൾ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കും നിങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്ത് എവിടെയാണ് എന്നുള്ളൊക്കെ ചോദ്യം വരും. നമ്മൾ സാധാരണ സാജിദ് എന്താണ് ഡിഗ്രി പഠിച്ചത്? ബികോം. സാജിദ് ബികോം ഇന്റേൺഷിപ്പ് എവിടെ ചെയ്തത്? ബികോം ആണ്. ബികോമിന് ഇന്റേൺഷിപ്പ് എവിടെയാണ് ചെയ്തത്? നിങ്ങൾക്കൊരു പ്രൊജക്ട് ഉണ്ടാക്കാനല്ലേ? കേൾക്കുന്നുണ്ടോ? ബികോം ഇന്റേൺഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, പ്രൊജക്ട് ഉണ്ടാവാറില്ല നിങ്ങൾ? പ്രൊജക്ട് അതൊരു ജനറൽ ടോപ്പിക് ആയിരുന്നു. ഡിമോണിസേഷനെ എഫക്ട് ആയിരുന്നു. പിന്നെ ഓർഗനൈസേഷണൽ പിന്നെ ഇന്റേൺഷിപ്പ് ഒന്നും ബികോമിൽ പറയുന്നില്ല. ഇല്ല. അങ്ങനെയാണ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഐ എം നോട്ട് വെരി ഷുവർ. കാരണം എൻ്റെ പെങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബാച്ചിൽ കഴിഞ്ഞ ആളാണ്. അപ്പം ആ സമയത്ത് തന്നെ ഇന്റേൺഷിപ്സ് പരമാവധി ചെയ്യാൻ നോക്കുക. ഇപ്പം ഏതെങ്കിലും പിന്നെ പ്രൊജക്ട് ഓൺ ഇന്നതെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതിന് പകരം ഒന്നും കൂടെ ഒരു എക്സ്പോഷറുള്ള സ്ഥാപനങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിലും നിങ്ങൾക്കൊരു ഹയർ ചാൻസ് ഉണ്ടാവും. അപ്പം ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം പോലും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. പിന്നെ കോവിഡ് കഴിഞ്ഞു, ആസ് ഇൻ പുറത്തൊക്കെ സ്ഥാപനങ്ങൾ ബാംഗ്ലൂരും പിന്നെ ഡൽഹിയിലും ഒക്കെ കോളേജസ് എല്ലാം ഓപ്പൺ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അക്കാര്യം യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. എന്തായാലും 2-3 മാസങ്ങളിൽ തന്നെ കേരളത്തിലും ഈ സാധനം ഓപ്പൺ ആവും. സോ അത് നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഓൺലൈൻ സമയത്തും ഓൺലൈൻ ക്ലാസ്സിലും വരെ നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ കോഴ്സ് ഫീ ഓക്കെ, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഹയർ, അത് എങ്ങനെയാലും ഹയർ ആണ്. അപ്പം അത് ഒന്നും പറയാനില്ല. സാധ്യത ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും വേറെ ഉണ്ടോ? Okay. Rifas, I'm doing MBA General in Aligarh Muslim University. What are the things should be considered before choosing specialization in second year? ഞാൻ എൻ്റെ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. അപ്പം സെക്കൻഡ് ഇയറിൽ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് റിഫാസ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ പിന്നെ നമുക്ക് ഡിഗ്രിക്കും സ്പെഷ്യലൈസേഷൻ എടുക്കാനുണ്ടായിരുന്നു. നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ആ സമയത്തും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പരമാവധി എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം തേർഡ് ഇയറിലാണ് ഞാൻ അവർ തരുന്ന ഓപ്ഷണൽ ടോപ്പിക്സിന് ഏതെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അതേപോലെ തന്നെയാണ് ഞാൻ MBA കാര്യത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പ്രോബ്ലി ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പിന്നെ അലിഗറിന്റെ പിന്നെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഡെഫിനറ്റ്ലി നൽകും. അപ്പൊ ആ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഏത് മേഖലയാണ് നല്ലത് എന്നുള്ളത്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ മേഖല ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഫീലിംഗ് വരും. അപ്പം അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അത് ഏത് ആയാലും കുഴപ്പമില്ല. HR എടുക്കുന്നവരുണ്ട്, ലോജിസ്റ്റിക്സ് എടുക്കുന്നവരുണ്ട്, റീറ്റെയിൽ എടുക്കുന്നവരുണ്ട്, ഇങ്ങനെ പലവിധ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പം അത് പിന്നെ ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും അവരുടെ താല്പര്യം മനസ്സിൽ തോന്നും, ഈ സാധനം എനിക്ക് സ്യൂട്ടബിൾ ആണെന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ അതിലേക്ക് ചൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. HR എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ഇപ്പൊ ഒരു ബൂമിങ് ആയിട്ടുള്ള ഒന്നാണ്. സോ അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെ ഒരു ഐഡിയ വരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുള്ളത്. അടുത്ത ആളെ ചോദിച്ചോളൂ. ഹലോ, പറയൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സോറി സാർ, ഞാൻ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അല്ല, പൊതുവെ നമ്മൾ ഈ കേരളത്തിൽ ഇപ്പൊ MBA എടുക്കണം എന്ന് പറയുമ്പോ ചിലർക്ക് ഈ കേരളത്തിൽ MBA എടുക്കണ്ട, അത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്, അത് എന്താ സംഭവം? കേരളത്തിൽ MBA എടുക്കുന്നത് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ, നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ സേലത്തോ ബാംഗ്ലൂരോ പിന്നെ കോയമ്പത്തൂരോ ഉള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിക്കുന്നതും നല്ല റാങ്കിങ് ഉള്ള കോളേജിൽ പോയി പഠിക്കുന്നതും തമ്മിലൊരു വ്യത്യാസം. അത് തന്നെയാണ് കേരളത്തിലെ കോളേജുകളിൽ ഉള്ളത്. കേരളത്തിൽ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ഫിംസ് നല്ല സ്ഥാപനമാണ്, അവിടെ നല്ല എക്സ്പോഷറും നല്ല പഠനമുള്ള സ്ഥാപനമാണ്. അതേസമയം
അങ്ങനെ ഒരു എക്സ്പോഷർ ഒന്നും കൊടുക്കാത്ത സ്ഥാപനങ്ങളും കോഴിക്കോടുണ്ട്. കൊച്ചിയിൽ SCMS ഉണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാത്ത സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. അപ്പം എക്സ്പോഷർ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. നല്ല മാർക്കും സ്കോറും ഉണ്ടെങ്കിൽ ഇപ്പം നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഒന്നുകൂടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനിലേക്ക് കാണുന്നത്. അവിടെ പോയാൽ ഒന്നും കൂടെ കമ്പാരിറ്റീവ്ലി പിന്നെ നിങ്ങൾ ഫീ പേ ചെയ്യെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ ഒന്നും കൂടെ എളുപ്പമായിട്ടുള്ള കോളേജുകളുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കമ്പനീസ് ഉള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കാനോ ജോബ് തപ്പിപ്പിടിക്കാനോ ഒക്കെ ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആണ്. ഒന്നും കൂടെ ഒരു കോർപ്പറേറ്റ് ഔട്ട്ലുക്ക് ഉണ്ടാവാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഓൾറെഡി ബാംഗ്ലൂർ ക്രിയേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബാംഗ്ലൂർ MBA ആണ് നല്ലതെന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് പിന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ പെർസെപ്ഷൻ. നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ട് നല്ല നിലയിലെത്താൻ പറ്റും, അതേസമയം പിന്നെ ബാംഗ്ലൂർ പഠിച്ചിട്ട് അലമ്പാവാനും പറ്റും. അപ്പൊ അത് നമ്മൾ എവിടെ പോയാലും നമ്മളായിരുന്നുകൊണ്ട് നമ്മുടെ പിന്നെ ഫോക്കസ് ഏരിയ മാറാതെ നോക്കിക്കഴിഞ്ഞാൽ എനിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, താങ്ക് യു. യെസ്, നന്ദ അല്ലേ പറഞ്ഞത്? അതെ സർ. പറയുന്നു സാർ, ഇപ്പോൾ നമ്മൾ UK-ൽ MBA അല്ലെങ്കിൽ അതുപോലത്തെ കോഴ്സസ് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് MSc ആയിട്ട് MBA ആയിട്ട് അവൈലബിൾ ആണ്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരുമോ? ഇതിൽ ഞാൻ പറയാം. അപ്പൊ അത് യൂണിവേഴ്സിറ്റീസിന് ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പം MSc MBA മാത്രമല്ല, MBA പ്രൊജക്ട് മാനേജ്മെന്റ്, MSc പ്രൊജക്ട് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ MBA കോഴ്സസ് വരുന്നുണ്ട്. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഡിഗ്രീന്റെ ഡിഫറൻസേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം ഈ BA മാസ്കോം ബിസ്കോം എന്ന് പറഞ്ഞ ഡിഗ്രി കോഴ്സ് ഉണ്ടല്ലോ, BA എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. ഇതേ സാധനം നമ്മൾ കേരളത്തിന് പുറത്തേക്കാണ് BA അല്ല BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിന് പുറത്ത് കൊടുക്കുന്നത്. അപ്പം അത് സിലബസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷെ ജനറലി പഠിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സെയിം ആണ്. ചോദ്യങ്ങളില്ലേ? പിന്നെ ആർക്കെങ്കിലും ഹലോ, റഷ യെസ്. ഈ MBA അഗ്രി ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതില് ഇപ്പൊ MBA അഗ്രി ബിസിനസ് പഠിച്ചാല് പിന്നെ നമുക്ക് ലോജിസ്റ്റിക്സ്, HR അതിലേക്ക് MBA അഗ്രി ബിസിനസ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജിലാണ് കണ്ടത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റില് അതിൽ പലതുണ്ട്. MBA അഗ്രി ബിസിനസ് അങ്ങനെ കുറെ കാണുന്നുണ്ട്. ഓരോരോ കോളേജിൽ ഓരോരോ കോഴ്സായിട്ട് ഈ എക്സാം എഴുതിയിട്ട് നമ്മൾ ഓരോരോ കോളേജിൽ പ്രിഫറൻസ് കൊടുക്കുന്ന പോലെയാണ് അവിടെ അഡ്മിഷൻ കിട്ടുക. ഞാൻ ജനറലി പ്രിഫർ ചെയ്യാം ജനറൽ MBAക്ക് അപ്ലൈ ചെയ്യാനാണ് ഞാൻ പറയാം. എന്നിട്ട് അതിന് ശേഷം സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഈ കോളേജില് MBA അഗ്രി ബിസിനസ് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് സ്പെഷ്യലൈസ് ആയിട്ട് വരുന്നുണ്ട്. അതില് MBA അഗ്രി ബിസിനസ്സിൽ എന്താ പിന്നെ ഒരുപക്ഷെ എത്രത്തോളം സ്പെഷ്യലൈസേഷൻ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി പറയാൻ ഇപ്പം പറ്റില്ല. മേ ബി പിന്നെ എന്താ പറയാ നമ്മുടെ India ടീമുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഞാനായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ സർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ ഡിസ്റ്റൻസ് ആയിട്ട് MBA ചെയ്യുമ്പോൾ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് അതിന്റെ ഒരു പ്രയോജനം? ഡിസ്റ്റൻസ് ആയിട്ട് MBA ചെയ്യുമ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്, MBA ഡിസ്റ്റൻസ് ആയി ചെയ്യുന്നത് ഒന്നും നല്ലത് വർക്കിംഗ് പ്രൊഫഷണൽസിനാണ്. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ MBA ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇനി അതല്ല നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ MBA ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ട്രൈ ഗെറ്റിംഗ് ഇന്റേൺഷിപ്പ് ഇൻ സം ഗുഡ് കമ്പനീസ്, എന്നിട്ട് എക്സ്പോഷർ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾ കാരണം അല്ലെങ്കിൽ MBA ഡിഗ്രി ഉണ്ടാവും, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ മാച്ചപ്പ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഒരു എക്സ്പോഷർ ഉണ്ടാക്കുക, അതായത് ഇപ്പം കോളേജ് എക്സ്പോഷർ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പം അല്ലാത്ത എക്സ്പോഷർ, അതായത് ഇന്റേൺഷിപ്പ് വഴിക്കും അല്ലെങ്കിൽ ട്രെയിനിങ് വഴിക്കും, പിന്നെ പൈസ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയിട്ട് ആ രീതിയിൽ എക്സ്പോഷർ ഉണ്ടാക്കിയാൽ
പിന്നെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള MBA. ഓക്കെ, താങ്ക് യു. ഷഹല എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോഴേ ആൾക്കാർ എന്തെങ്കിലും ചോദിക്കാനുള്ള മൂഡ് വരും തോന്നുന്നുണ്ട്. ഈസ് MBA ഫോർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമ്പറ്റേറ്റീവ് or tough? സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ എല്ലാ പരീക്ഷയും പോലെ കോമ്പറ്റേറ്റീവ് ആണ്. ആസ് ഇൻ MBA എന്ന് പറയുന്നതും കോമ്പറ്റേറ്റീവ് ആണ്. കാരണം ധാരാളം ആൾക്കാർ അപ്പിയർ ചെയ്യുന്ന എക്സാംസ് ആണ് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവുക. അപ്പം കോമ്പറ്റേറ്റീവ് ആണ്, സുഖമായിട്ടൊന്നും കഴിയാൻ പറ്റില്ല. പഞ്ചാബ് CU എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. മുബജ്ജിൽ പഞ്ചാബ് CU എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. യെസ്, പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, അല്ല അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല കോളേജാണ് സർ, അവിടെയാണ് അഗ്രി ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അഗ്രി ബിസിനസ്. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാണല്ലേ? ഓക്കെ, ശരി. Could you please talking about state universities directly giving MBA on that university campus? കേരളത്തിലെ എല്ലാവിധ യൂണിവേഴ്സിറ്റീസിലും യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ MBA ഉണ്ട്. അത് ഓൾറെഡി എല്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എല്ലാ യൂണിവേഴ്സിറ്റീസിലും അവിടെ തന്നെ MBA നടക്കുന്നുണ്ട്. അത് ആ കോഴ്സ് ഉണ്ട്, അത് അവൈലബിൾ ആണ്. സാജിദ് അതാണ് ഉദ്ദേശിച്ചെന്ന് കരുതുന്നു. അല്ല സാർ, അത് അതെ അതായത് ഇപ്പൊ നമ്മള് ടോപ്പ് കേരളയിലെ ടോപ്പ് നോക്കൂലേ, അതായത് ടോപ്പ് MBA നോക്കുമ്പോ അതിൽ ചെയ്യണാണോ അതോ നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കൊടുക്കുന്ന കോളേജിൽ പോയിട്ട് ചെയ്യണോ നല്ലത്? വാല്യുബിൾ ഏതിനാവും? മെച്ചതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആവുമ്പോൾ നിങ്ങൾക്ക് ഫീസ് കുറവായിരിക്കും. മറ്റതാവുമ്പോൾ ഫീസ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോ കോഴിക്കോട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു MBA പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ എക്സ്പോഷറും കാര്യങ്ങളും പിന്നെ അത് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ യാസറ ബാക്കിന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്തായി പറഞ്ഞിരുന്നോ? സോറി സാർ. ഓക്കെ, ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? സാർ നമ്മള് PG ചെയ്യുമ്പോ നമ്മള് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യണമെന്ന്, അതിന്റെ കൂടെ അത് നമ്മളെ യൂണിവേഴ്സിറ്റി നമുക്ക് അതില് യൂണിവേഴ്സിറ്റിന്റെ ആയ റൂട്ടിൽ കൂടെ ചെയ്യണം. യൂണിവേഴ്സിറ്റിന്റെ കൂടെ യൂണിവേഴ്സിറ്റി ഇന്റേൺഷിപ്സ് ഒക്കെ കൊടുക്കാനുള്ള ചാൻസ് ഒക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ യൂണിവേഴ്സിറ്റി കമ്പനീസ് ആയിട്ട്? MBAക്ക് പഠിക്കുമ്പോൾ മാൻഡേറ്ററി ഇന്റേൺഷിപ്സ് ഉണ്ട് എന്തായാലും. എല്ലാം തന്നെ നിങ്ങളെ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോവാം. നിങ്ങൾക്ക് എന്തായാലും ആനുവൽ വെക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് ആ സമയത്ത് പോയി പിന്നെ ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം അത് ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റേൺഷിപ്പ് കിട്ടുമെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റീസ് അവർ പിന്നെ ഡയറക്റ്റ് ഇന്റേൺഷിപ്പ് ഒന്നും കൊടുക്കൂല, പക്ഷെ അവർ നിങ്ങളോട് പറയും ഇന്ന സ്ഥലത്ത് ഇന്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സെലക്ട് ആയാൽ നിങ്ങൾക്ക് പോവാം. ഓക്കെ സാർ, താങ്ക് യു സാർ. As it is competitive, should we go for an extra? Abdurrahman Muhammad Ismail ചോദിച്ചിട്ടുണ്ട്. As it is competitive, should we go for an extra coaching or practice previous exam papers for MBAs in Central University? നല്ലതാണ്, കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എൻട്രൻസ് എഴുതുന്നവർ എല്ലാവരും തന്നെ കോച്ചിങ്ങിന് പോകാറുണ്ട്, അതല്ലെങ്കിൽ സ്വയം പ്രിപ്പയർ ചെയ്യാറുണ്ട്. നല്ല പ്രിപ്പറേഷനോട് കൂടി തന്നെ എഴുതിയാലേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. സാർ, കോച്ചിങ് പോണതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം പ്രിപ്പയർ ചെയ്യും? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാം. ചിലർക്ക് കോച്ചിങ് വേണ്ടി വരും, അത് ഇൻഡിവിജ്വൽ ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ചിലപ്പം കോച്ചിങ്ങിന് പോകേണ്ടി വരില്ല, അതേപോലെ അല്ല നിങ്ങളെ കാര്യം. അപ്പം അത് ഡിപ്പെൻഡിങ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഒന്നും കൂടെ പഠിക്കണമെങ്കിൽ കോച്ചിങ്ങിന് പോകണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോവാം.
10ാം ക്ലാസ് പഠിക്കുമ്പോൾ ട്യൂഷന് പോകുന്നതും പോകാതിരിക്കുന്നവരും ഉണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ സംസാരിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ എന്താ പറയാ ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പൊ MBAക്ക് താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറയാണ്, നിങ്ങളെ ഒരു ചോദ്യം ചോദിക്കാൻ മടിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് ഫേസ് ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പം മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളാരും എല്ലാത്തിനും പെർഫെക്റ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ നമുക്ക് എങ്ങനെ മുന്നേറാന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഇടിച്ചു കയറി ചോദിക്കാൻ പറ്റണം നമുക്ക് ചോദ്യം. അപ്പൊ അതിനുള്ളൊരു എബിലിറ്റി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ചോദ്യം ചോദിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അഗ്രി ബിസിനസ് MBA പറ്റി എനിക്കൊന്നും അറിയില്ല. ടു ബി ഓണസ്റ്റ്, ഞാൻ അന്വേഷിച്ച് പറയാമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പം നിങ്ങൾ ഒരു എല്ലാം പെർഫെക്റ്റ് ആയ ഒരാൾ വന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചോദിക്കേണ്ട ഇല്ല എന്നുള്ള ചോദ്യം വേണ്ട. PGDM വേഴ്സസ് MBA രണ്ടും ഇപ്പം 1 വർഷത്തെ ഡിപ്ലോമ ഉണ്ടാവാറുണ്ട്, 2 വർഷത്തെ ഉണ്ടാവാറുണ്ട്. രണ്ടിന്റെയും ബെനിഫിറ്റ്സ് ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രിഫറബിളി ഇപ്പം പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അൺലെസ് അൺടിൽ നിങ്ങളൊരു IIM ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക MBA തന്നെയാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉള്ളത്, PGDM എന്ന് പറയുമ്പോൾ പോലും. സാർ, ഞാൻ വേറൊരു വെബിനാറിൽ കയറിയിരുന്നു. അപ്പോ ACCനെ പറ്റിയിട്ടൊക്കെ. അപ്പോ അതില് പറഞ്ഞ എന്താ പറയാ, ACC ആണ് നല്ലത്, കാരണം കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആണല്ലോ. പക്ഷെ MBA കുറച്ച് ജനറലൈസ്ഡ് ആണല്ലോ. അപ്പോ കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഉള്ളവരാണ്. MPR ജനറലൈസ്ഡ് ആയതുകൊണ്ട് അതിന് പ്രിഫറൻസ് കുറവാണെന്ന് പറയും. ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് ACCA കഴിഞ്ഞവരെ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് അവർക്ക് നല്ലതാണ്. ഓക്കെ, ACCA എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് കോഴ്സ് അല്ലേ യാസർ? ഞാൻ പറയട്ടെ. അതായത് ACCA എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോഴ്സാണ്. നിങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡിലേക്കാ പോകുന്നെങ്കിൽ നിങ്ങൾ ACCA പഠിക്കുന്നത് നന്നാവും. ഓക്കെ, നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നതാണെങ്കിൽ MBA ഫിനാൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ആ ലെവലിലേക്ക് പോവാം. ഇനി അതല്ല, ACCA പഠിക്കുന്നവരാണെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്കാണെങ്കിൽ ഇപ്പം ACCA പഠിച്ചിട്ട് MBA എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അത് പ്യൂർലി എന്ന് വെച്ചാൽ അതത് സ്ഥാപനങ്ങളെ പോലെയാണ്. അക്കൗണ്ടൻസിനെ മാത്രമല്ല ഒരു സ്ഥാപനത്തിന് വേണ്ടത്, HR ആൾക്കാർ ആവശ്യമുണ്ടാവും, കസ്റ്റമർ റിലേഷൻസ് ആൾക്കാർ ആവശ്യമുണ്ടാവും, ഇനി അതല്ല മാർക്കറ്റിംഗ് ടീമിന് ആവശ്യമുണ്ടാവും, സെയിൽസ് ടീമിന് ആവശ്യമുണ്ടാവും, സോഷ്യൽ മീഡിയ ടീമിന് ആവശ്യമുണ്ടാവും, പബ്ലിക് റിലേഷൻ ടീമിന് ആവശ്യമുണ്ടാവും. ഇതെല്ലാം ഒരു MBA-കാരന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. അപ്പം if you are somebody who wants to be an accountant or you are someone who wants to shine in the accounting field, go take an ACCA or CA or whatever that it is. പക്ഷേ എല്ലാത്തവരാണെങ്കിൽ MBA is fine. അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ മനസ്സിലാവേണ്ടത് MBA എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റ് ആകാനുള്ള കോഴ്സ് അല്ല. MBA എന്ന് പറയുന്നത് നിങ്ങളൊരു മാനേജർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അപ്പം ആ സ്കിൽസ് ആണ് നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പം MBA-ന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ എന്തൊക്കെ സ്കിൽസ് ഉണ്ടാക്കുന്ന വെച്ചാൽ, MBA പഠിച്ചിട്ട് ടാലി അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, MBA പഠിച്ചിട്ട് എക്സലും പവർപോയിന്റും വേർഡ് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു റോങ് മാർക്ക് ആയിട്ടുണ്ട്. അപ്പം കുറച്ച് ബേസിക് സ്കിൽ സെറ്റ്സ് ഉണ്ട്, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെയുള്ള പ്രസന്റേഷൻ സ്കിൽസ്, ഒരു PPT ഉണ്ടാക്കാൻ അറിയാം, എക്സൽ ചെയ്യാൻ അറിയാം, ബേസിക് അക്കൗണ്ടിങ് അറിയാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് MBA ബേസിൽ ജോലി കിട്ടും. അൺലെസ് അൺടിൽ ഒരു ഫിനാൻസ് പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. Nobody expects anyone to be expert in accounting if you are not applying for an accounting post. I hope I'm clear. Yes, sir. Will our degree institute be a base for selection in Central? No. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി എടുത്തെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് മാനദണ്ഡം. അല്ല നിങ്ങൾ ഏത് ഡിഗ്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ ഡിഗ്രി ചെയ്തെന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് ഒരു ക്രൈറ്റീരിയ അല്ല.
ഇപ്പൊ ജോബിന് പോകുമ്പോൾ ഒരു പക്ഷേ ഇപ്പം ജോബിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ CV അയക്കുമ്പോൾ ആസ് എ റിക്രൂട്ടർ, ഇപ്പം പേഴ്സണലി ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് വരുന്ന CVs ഞാൻ നോക്കുന്ന സമയത്ത് CV എടുത്ത് നോക്കും, CV നോക്കും, അയാൾ എവിടെ പഠിച്ചു നോക്കുമ്പോൾ ഓക്കെ ഗുഡ് മാർക്ക്. ഒരു ഫ്രഷർ ആണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ അയാളെ എവിടെ പഠിച്ചു നോക്കും, അയാൾ പഠിച്ച സ്ഥാപനം ഇഫ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇഫ് ഇറ്റ് ഇസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇഫ് ഇറ്റ് ഇസ് എ institution of national importance, I'll give you preference for it. കാരണം അവിടെ പഠിക്കുന്നവർക്ക് ഒരു മിനിമം ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു എല്ലാ റിക്രൂട്ടേഴ്സിന്റെ മനസ്സിലുള്ള ഒരു അസംഷൻ ആണ്. സോ അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ല നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങളെ ഡിഗ്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാന്നുള്ളത് ഒരു മാനദണ്ഡമേ അല്ല, അതിന്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിവൺ? ഓക്കെ, ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ ഇസ് ഓവർ. സോ നിർത്തല്ലേ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോ. സമയമില്ല. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. സർ ഹലോ, സുമി പറഞ്ഞോളൂ. സർ നമ്മൾ അക്കൗണ്ടിങ് BCom കഴിഞ്ഞ് SAP കഴിഞ്ഞാൽ നമുക്ക് ഈ കാലിക്കറ്റ് കാലിക്കറ്റ് ഡിസ്ട്രിക്ട്സിൽ നമുക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടാവോ? അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളുണ്ട്. കോഴിക്കോട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുപാട് സാലറി ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ടെന്നുള്ളൂ. ഓക്കെ. അത് ഇപ്പൊ നിങ്ങളിപ്പം BCom കഴിഞ്ഞ് ഇതും കഴിഞ്ഞിട്ട് നിങ്ങൾ 60,000 രൂപ 50,000 രൂപ വരെ സാലറി കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്ത സ്ഥാപനങ്ങളൊന്നും കോഴിക്കോട് പരിസരത്ത് ഉണ്ടാവില്ല. പക്ഷെ ആസ് നമ്മുടെ നാട്ടിലൊരു സ്റ്റാൻഡേർഡ് വെച്ച് ഡീസെന്റ് ആയിട്ട് പേ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. നല്ല നല്ല പിന്നെ എന്താ പറയാ NGOs തൊട്ട് കോർപ്പറേറ്റ് കമ്പനീസ് വരെയുണ്ട്. അവിടെ എല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ ഈ ജോബിൽ കയറി കഴിഞ്ഞിട്ടുള്ള വേറെ പ്രധാനപ്പെട്ട കാര്യം, ഷാൽ ഐ ആം ടേക്കിംഗ് 2 minutes. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു ജോബിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഒരു MBA കഴിഞ്ഞു അല്ലെങ്കിൽ MIB കഴിഞ്ഞു, ഞാൻ ജോബിൽ കയറി. ആ ജോബിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, 3-4 കൊല്ലം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പണിയെടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ ജോബിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം ലെസൺസ് നിങ്ങൾ എടുത്തു, എന്തെല്ലാം എഫേർട്സ് നിങ്ങൾ എടുത്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോലി കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് എടുത്തോ, ജോലി കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അഡീഷണൽ ട്രെയിനിങ്ങിന് പോയോ, ജോലി കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പനിയിൽ നടപ്പാക്കിയോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി നടപ്പാക്കിയോ, ക്രിയേറ്റീവ് ഐഡിയാസ് സബ്മിറ്റ് ചെയ്തോ, പ്രൊജക്ട്സ് ഉണ്ടാക്കിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏതൊരു എന്റർപ്രൈസിനെ പറ്റിയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പം നമ്മുടെ സിജിയിൽ വരെ, സിജി പ്യൂർലി ഒരു NGO ആണ്, പക്ഷെ നല്ല പ്രൊഫഷണൽ ആയിട്ട് റൺ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള NGOസിൽ ഓണസ്റ്റ് ആയി റൺ ചെയ്യുന്ന NGOസിലൊന്നാണ് സിജി എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ സിജിയിൽ നമ്മൾ എല്ലാ കൊല്ലവും ആനുവൽ റിവ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് സ്റ്റാഫിന്റെ അടുത്ത്, വാട്ട് ഡിഡ് യു ഡു ദിസ് ഇയർ അപ്പാർട്ട് ഫ്രം വർക്കിംഗ് ഇയർ? ഈ ഒരു വർഷം നിങ്ങൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത്, എല്ലാ വർഷം നമ്മൾ റിവ്യൂ നടത്തും, എല്ലാ വർഷം മാർച്ചിൽ നമ്മൾ റിവ്യൂ നടത്തും. അതിന് ശേഷമാണ് സാലറി ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ റിവ്യൂ നടത്തുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാഫിന്റെ അടുത്ത് നമ്മൾ ചോദിക്കും, വാട്ട് ഡിഡ് യു ഡു ദിസ് ഇയർ അപ്പാർട്ട് ഫ്രം വർക്കിംഗ് ഇയർ? ഇവിടെ വർക്ക് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വർഷം? നിങ്ങൾ അപ്പം ചില ആൾക്കാർ പറയും, ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ഞാൻ ഇന്നത് ചെയ്തു എന്നൊക്കെ പറയും. ചില ആൾക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയും. ചില ആൾക്കാർ പറയും, ഞാൻ വർക്കിൽ ഭയങ്കര ബിസി ആയിരുന്നു പറയും. അങ്ങനെ വർക്കിൽ ഭയങ്കര ബിസി ആയെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാൾ ആ വർഷത്തിലെ കോൺട്രിബ്യൂഷൻ എന്താ നോക്കും. നമ്മുടെ ഓർഗനൈസേഷന് റെലവെന്റ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള സോളിഡ് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗുഡ് പോയിന്റ് ആണ്. എല്ലാവരും നമ്മൾ എന്നെ ഇന്ന് HR ഓഫീസറായി നിയമിച്ചു, ഞാൻ HR ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡെയിലി മൊണോട്ടണസ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ പോയിന്റ് ഇല്ല. നമ്മൾ അതിലെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഫ്യൂച്ചർ ഉള്ളത്. ഇല്ലെങ്കിൽ വി ആർ ലോസ്റ്റ്. Thank you, sir. Thank you, sir, for giving your valuable insights on the topic. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. സാർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരുടെ ഡൗട്ട്സും
ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് വി ആർ ഗുഡ് ഫോർ നൗ. താങ്ക് യു സോ മച്ച് സർ ഫോർ സ്പെൻഡിങ് യുവർ ഗ്രേറ്റ് ടൈം വിത്ത് us. Thank you for inviting me. താങ്ക് യു. Bye. Take care. എന്തെങ്കിലും പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ you can give them my mail ID. They can just mail me in case if they want to have further interaction or something. I'll just put my mail ID here. Okay. So chat box il idanga. Chat box il ittilla. Okay. Yeah. All right. Okay, sir. Thank you. Have a good night. Thank you, sir.